ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലില. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ മാത്രമായിട്ട് ഇന്ന് നാട്ടിൽ പോവാണ്. ജീച്ചാനും പിള്ളേരും ഇവിടെയുണ്ട്. ഞാനൊരു 2 ആഴ്ചത്തേക്ക് വേണ്ടി നാട്ടിൽ പോവാം. എൻ്റെ ഫ്ലൈറ്റ് 3:30 ഉച്ച കഴിഞ്ഞ് 3:30. അപ്പം 3-4 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ടും പിന്നെ ഇവിടുന്ന് നമുക്ക് 2 മണിക്കൂർ വരെ ഡ്രൈവൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇടയ്ക്ക് ബ്ലോക്കൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നു. അപ്പം 3 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഇപ്പം 8:30 ആകുമ്പോൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുക. ആസ് യൂഷ്വൽ ജീച്ചാൻ ഒരുക്കം കൂടുതൽ, കാരണം ഇവൻ ഞാനാണ് പോകുന്നതെങ്കിലും ജീച്ചാനാണ് ഒരുക്കം കൂടുതൽ. അപ്പം ജീച്ചാൻ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ഇന്നലെ വൈകുന്നേരം മുതൽ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. വേണ്ടേ, ആസ് യൂഷ്വൽ ആരാണ് നാട്ടിൽ പോകുന്നത്, ആരാണ് ഇത്ര ഒരുക്കം? സന്തോഷം കണ്ട വീഡിയോ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തുടങ്ങി. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരമേ പെട്ടിയെല്ലാം നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി. ആകെ 2 വലിയ പെട്ടിയും ഈ ഒരു ബാഗും, പിന്നെ കുഞ്ഞ് ക്യാരി ഓൺ സൂട്ട് കേസും ഉണ്ട്. അപ്പോൾ അത്ര സാധനമാണ്. വെയിറ്റൊക്കെ കയ്യിലുള്ളതിലൊക്കെ ഇച്ചിരി കൂടുതലാണ്. എന്നാലും ഹോപ്പ്ഫുള്ളി എന്നെ കൊണ്ടുവിടുന്നതിൻ്റെ സന്തോഷം ഇവരിലെല്ലാവരിലും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നോക്കൂ ഗൈസ്, 2-3 കൊട്ട നിറച്ച് കഴുകാനുള്ള തുണികളൊക്കെ ചുമ്മാതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഇനി കേൾപ്പിച്ചില്ലെന്ന് വേണ്ട. കണ്ട, ഇപ്പോഴും ഞാൻ എല്ലാം കഴുകി വെച്ചിട്ടാണ് പോകുന്നത്. എന്ത് ചെയ്യട്ടെന്ന് പറയും. ഇനി മടക്കി വയ്ക്കുന്ന ജോലി ഇവരുടെ 3 പേരുടെ. പോകുന്നതിന് മുന്നേ ഞാൻ തേണ്ടേ ഈ ഒരു കപ്പ് ജീച്ചാൻ ഇപ്പൊ കൊണ്ടുവച്ച, ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കോഫി കുടിച്ച. ഇത് ട്രാഷാ, ഒന്നുമില്ല. വേണ്ട, ബാക്കിയെല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കോഫി ഉണ്ടാക്കിയ കപ്പ് ഇതാണെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇതൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് കാണണം. കേട്ടല്ലോ. വേണ്ടേ, അടുപ്പൊക്കെ ക്ലീനൊക്കെ തന്നെയാണ്. ഇന്നലെ ലില്ലി വന്ന് വൃത്തിയാക്കി. എന്നാലും എനിക്ക് മാത്രം കൂടെ പോകാൻ ആരുമില്ല. ഇത്രയും നാള് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ജീച്ചാങ്ങില്ലാതെ പോയിട്ടില്ല നാട്ടിലോട്ട്. ഇപ്പോഴേ കാണത്തുള്ളൂ ഈ വീഡിയോയ്ക്ക് ഒരു ത്രില്ല് നിങ്ങളൊക്കെ ഉള്ളതിൻ്റെ തുടക്കത്തിൽ. ഇനിയെല്ലാം ഒരു മൂകതയായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേക്കെ അയ്യോ അങ്ങനെ പറയല്ല. എനിക്ക് ഒരു വിഷമം ഇല്ലെന്നുള്ളതാണ്. നിങ്ങളൊന്ന് കാണിക്കാനെങ്കിലും ഒന്ന് വിഷമിച്ചൂടെ? എപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ഇപ്പം ഈ പ്രാവശ്യമെങ്കിലും കിട്ടായിരുന്നാ മതി. മമ്മി പോവാ. എനിക്ക് കിട്ടും. I'm gonna be with you alone. Okay, let's go. Oh my god, ഇതെന്തു അടി. Bye Snowy baby. See you after 2 weeks, okay? അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. വീടിന് ബൈ ജയിച്ചാണ് മാത്രമൊന്നും കാണണ്ട. എനിക്ക് സാധാരണ 120 മൈലേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ വേറെ വഴി കൂടെ ഒക്കെ പോകാനാണ് പറയുന്നത്. അവിടെ കണ്ട റോഡ് ക്ലോസർ ഉണ്ട്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ. ഇന്ന് ഞാൻ പോകുന്നത് പ്രമാണിച്ച് ബേക്കേഴ്സ്ഫീൽഡ് കരഞ്ഞങ്ങ് കൊല വിളിച്ചു തീർക്കുക. ഇത്രയും ദിവസം മഴയില്ല എന്ന ബേക്കേഴ്സ്ഫീൽഡിൽ ഇന്ന് വേണ്ട പൊരിഞ്ഞ മഴ. അത്രയ്ക്ക് സങ്കടം. 3 ദിവസത്തേക്കിന് കരച്ചില്ല. 3 ദിവസമുണ്ട് മഴ. അത് കഴിയുമ്പോ പിന്നെ നോർമലാവും. താക്കോല എന്തിന് വീടൊന്ന് തുറക്കാനോ? നീ വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ആദ്യം എനിക്കൊന്ന് എന്റെ പെട്ടിയെല്ലാം കറക്റ്റ് ചെയ്ത് പോകണം. എന്നെ വെറുതെ എന്നെ ഉള്ള സങ്കടം വരുത്തിപ്പിക്കായി. ഭയങ്കര ഫ്ലഡ് വാർണിംഗ് ഒക്കെ വന്നേക്കുക. ഇവാക്വേഷൻ എന്നൊക്കെ പറഞ്ഞേക്കുന്നു. ട്രാവൽ ചെയ്യാൻ സേഫ് അല്ല, ഡ്രൈവ് ചെയ്യാൻ സേഫ് അല്ല, ഫ്ലഡ് വാർണിംഗ് എല്ലാം ഉണ്ട്. ഞാൻ പോകുന്നത് ഫ്ലൈറ്റ് ഡിലേ ആവുമല്ലോ. അങ്ങനെ പറയല്ല. ഇപ്പൊ ഞാൻ അവിടെ ദുബായി ചെന്നിട്ട് എനിക്ക് ഓടാൻ വയ്യ. ഞാൻ എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ പോകുന്നത് ഒരു കല്യാണത്തിന് വേണ്ടിയാണ്. മെയിൻ കല്യാണം
കുറേ പേരെ കാണാം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കസിൻസ്, ഇത് മമ്മിയുടെ സൈഡിലുള്ള മമ്മിയുടെ ബ്രദറിൻ്റെ മോളുടെ കല്യാണം, ഏറ്റവും ഇളയ ബ്രദറിൻ്റെ മോളുടെ കല്യാണമാണ്. എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ കസിൻസിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം കസിൻസ് ഒട്ടുമുക്കാൽ വരുന്നുണ്ട്. അതുകൂടാതെ അവരെല്ലാവരുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് പിള്ളേരും ഒക്കെ ആയി. ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അവരെ കാണാൻ മഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണോ? ജീച്ചാൻ ഇതിലോട്ട് ശ്രദ്ധിക്കണ്ട. ഇപ്പൊ കല്യാണത്തിന് ആയിരിക്കത്തില്ല, പരലോകത്തിലോട്ട് പോയേനെ. അവരെല്ലാം കൂടി ഇങ്ങോട്ട് നിന്റെ ഫ്യൂണറലിന് മിക്കവാറും അവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയേനെ. അവിടെ ഫ്രണ്ടില് പോലീസ് ഉണ്ട്. അവര് പതുക്കെ. എൻ്റെ ഡാഡിയും മമ്മിയും വരുന്നുണ്ട് ന്യൂയോർക്കിൽ നിന്ന്. അച്ചാച്ചന് ബ്രദറിന് വരാൻ പറ്റില്ല. അച്ചാച്ചൻ കാണത്തില്ല കസിൻസ് ഗ്രൂപ്പിൽ. പിന്നെ ഒന്ന് രണ്ട് പേര് കാണത്തില്ല. എൻഗേജ്മെൻറ്റ് 27-ാം തീയതി, കല്യാണം അടുത്ത വർഷം, അതായത് ജനുവരി 5-ാം തീയതിയാണ്. ജനുവരി 5-ാം തീയതി കൂടി. കഷ്ടമുണ്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയുന്നത്. ഞാൻ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ താഴെ കിടക്കും. ആദ്യം ഞാൻ അന്നൂട്ടിയെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ ഏരം വരുന്നില്ല എന്ന് പറഞ്ഞു. അന്നൂട്ടിയെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചു ആനാണെങ്കിൽ ഇപ്പം ഡിസംബർ വിൻ്റർ ബ്രേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂള് 5-ാം തീയതി തുറക്കും. കല്യാണം എന്താ 5-ാം തീയതി കല്യാണം. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ അവിടെ ഓർത്തിട്ട് പിന്നെ വിചാരിച്ചു ആനെ ഇവിടെ നിർത്താം, ഞാൻ മാത്രം പോവാം. ബുക്ക് ചെയ്തപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു വലിവുണ്ടായിരുന്നു. പിന്നെ നല്ല ടിക്കറ്റ് ചാർജ്. ഇപ്പം ഡിസംബർ മന്ത് ആയതുകൊണ്ട് നല്ല ചാർജുമാണ് ഡിസംബറിന്. പിന്നെ നോക്കിയപ്പം ഇവിടെ ആർക്കും വലിയ സങ്കടമൊന്നും കാണാനില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് പോവാം, നോക്കാം. ഇത് കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. കല്യാണത്തിന് പതുക്കെ പോയാടി. കല്യാണത്തിന് മുന്നേ എനിക്കിന്നെ പിള്ളേരും ഒക്കെ പിള്ളേരല്ല, എനിക്കിത് കല്യാണത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി ഒക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അന്ന് പിന്നെ സ്ഥിരം വിസിറ്ററായിരുന്നു. ഒരാഴ്ചത്തേക്ക് വേണ്ടി US വരും, എന്നിട്ട് തിരിച്ചു പോകും. ആ പരിപാടിയൊക്കെ ആയിരുന്നു. വലിയ പുള്ളിയുടെ അല്ല, അന്ന് നിവർത്തിയില്ലാഞ്ഞത് കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മിയുടെ ഡാഡിയുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ കുറേ നാളിന് ശേഷം ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കോ ഇല്ലെന്ന് അറിയത്തില്ല. പിന്നെ എന്നാലും നമുക്ക് കാണാം നാട്ടിലെത്തോ ഇല്ലേന്ന്. ഇല്ലെങ്കിൽ ഓക്കെ, ജീച്ചാനൊക്കെ ഞാൻ നാട്ടിൽ വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം. നമ്മൾ കഴിക്കാനായിട്ട് ഡെന്നിസിൽ കയറാന്ന് കരുതി. അപ്പം അവിടെ എത്താറായി. അയ്യോ, മഴ നനയത്തില്ലേ? തലയിൽ തൊപ്പിയില്ല, എന്നെ മൂടിയിട്ടുണ്ടോ? ഇപ്പൊ വീഡിയോയിൽ ഇങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് സത്യാവസ്ഥ അത് കണ്ടിട്ടല്ലേ ജീച്ച എന്നെ കെട്ടിയതും. പിന്നെ എന്തോ ഇങ്ങനെയൊക്കെ പറയണേ? എന്തോ ആദ്യമേ കാണാൻ വന്നപ്പോഴത്തേക്ക് വലിയ കോട്ടും തലക്കൂടും ഇതെല്ലാം കാണത്തില്ലല്ലോ. അത് തണുപ്പായപ്പോ പിന്നെ അത് ഊരി ഞാൻ കാണിച്ചതാണല്ലോ. കോട്ട് ഊരി, കോട്ടും തലക്കൂടെ കുറെ പൂടുള്ളത്. എനിക്ക് എത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു, എന്ത് നീളമുള്ള മുടിയൊക്കെ ആയിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞു. ടെന്നീസിൽ കയറി ഭയങ്കര മഴയായിരുന്നു, മൊത്തം നനഞ്ഞു കുടിച്ചു. എന്തൊരു കളലക്ഷണം. എനിക്ക് എപ്പോഴും അലക്ഷണമുള്ളത്. ജീച്ചാൻ്റെ കൂടെ കൂടിയതിന് ശേഷം കിട്ടിയ സാധനം ഈ സാധനം. കള്ളലക്ഷണം. വിവരം ജീച്ചാൻ എനിക്കില്ലാന്നല്ലേ പറയാറ്. അവൻ പിന്നെ അതെങ്ങനെ കിട്ടുന്നത്? കല്യാണത്തിന് ശേഷം അത് പോയത്. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അതിന് മുന്നേ സൂപ്പറായിരുന്നു. കല്യാണം കഴിഞ്ഞ അയ്യോ സ്വയമേ ഉള്ള വീഡിയോ ആയിരിക്കും എടുക്കണേ. നമ്മൾ മമ്മിയെ കൊണ്ടുവിട്ടിട്ട് എവിടെ പോകുന്നത്? ഭയങ്കര മഴ. സോ വണ്ടി എടുക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം. തൊപ്പിയില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട്, അതിൽ നിൽക്കുക. ജയിച്ചാൻ വരട്ടെ, ഓടിക്കയറാം.
മാഡം വെഹിക്കിൾ ഇസ് റെഡി. താങ്ക് യു. എയർപോർട്ടിലോട്ട് വീണ്ടും പോവാം. ഇപ്പം ഇനി 1 മണിക്കൂറും കൂടിയുണ്ട്. ഇപ്പം എയർപോർട്ടിൽ ചെന്നിട്ട് ഇനി പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളതാണ്. നിന്നെ ഇറക്കി വിടുക. എന്നെ അങ്ങ് ഇറക്കി എവിടെയെങ്കിലും അങ്ങ് വിട്ടോളൂ മതി. ഇവിടെ അങ്ങ് ഇറക്കി വിടാം. ഞാൻ ഇവിടെ നിന്ന് പോവാം. ഗുഡ് ഐഡിയ. അവിടെ ബാഗേജ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എസ്കലേറ്ററിൽ പോകുന്ന അവിടെ വെച്ച് പിന്നെ അതിന്റെ തൊട്ടടുത്തല്ലേ എസ്കലേറ്റർ. ബോർഡിംഗ് പാസ് ഇല്ലാതെ കയറ്റത്തില്ലല്ലോ. ക്രിസ്മസ് ആടി ക്രിസ്മസ് ആണെന്നുള്ള ചിന്ത വരുന്നില്ല. നാളെയാണ് ക്രിസ്മസ്. ഇന്ന് 24th ആണ്. ക്രിസ്മസ് ആണെന്നൊരു തോന്നൽ പോലും വരുന്നില്ല ആക്ച്വലി. എല്ലാം ഇത് നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു, ജോലിയിലുള്ളതെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞതുപോലുള്ള ഫീലിംഗാണ്. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പോകുന്നത് പ്രമാണിച്ച് ജീവിച്ചാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഒരാഘോഷം വേണ്ട, അത് ഞാൻ പോയി കഴിഞ്ഞിട്ട് മതിയെന്ന് ആഘോഷം അല്ലേ? എനിക്കറിയാം എന്ത് വേണ്ട വിളിച്ചായിരുന്നു. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അരിയുണ്ട്. സീരിയസ്ലി എനിക്കിഷ്ടം, അങ്ങനെ ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, വേറെ പോണില്ല ആടി. എനിക്ക് മനസ്സിലാക്കാം മോളെ. വൈപ്പർ ഒന്നിടാം. വൈപ്പർ ഇടാൻ ഇട്ടതാ, കാണാൻ പറ്റുന്നില്ല വെള്ളം. ജീച്ചാൻ പറയുന്നപ്പോൾ ഞാൻ ദോശയും സാമ്പാറും ഒക്കെ കാണുമ്പോൾ ജീച്ചാനെ മറക്കുമെന്നാണ് പറയുന്നത്. എന്നാ തിരക്കാണ് നോക്കിക്കേ. E3 ഫുള്ളാണോ? E3 കയറ്റു അവര് ഇവിടെ നിന്നെ ഇറക്കി വിട്ടാൽ പോകാൻ പറ്റുന്നു. E3 ഫുള്ളാണോ കാണിക്കുന്നത്? ഒന്നും കാണിക്കുന്നില്ല അവിടെ. ബോർഡൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നനഞ്ഞു കയറണോ? അതെ, ടിക്കറ്റ് പ്രസ് ചെയ്യണമായിരിക്കും. ആണോ? യെസ്. എനിക്ക് എയർപോർട്ട് എത്തിയപ്പോഴേക്കും ബുദ്ധി വരാൻ തുടങ്ങി. ഇത് EV ആണെന്ന് എങ്ങനെ അറിയുന്നത്? ഈ സൈഡ് EV അല്ലല്ലേ? അല്ല. റെഡി? അഴുക്ക് പാട്ട സൂട്ട് കേസും പിടിച്ചിട്ട് എയർപോർട്ടിനകത്തോട്ട് കയറാൻ പോവാ. നനഞ്ഞ് കൂതുന്നു. എനിക്ക് മിസ് ചെയ്യാടി മമ്മിയെ. എത്ര മിസ് ചെയ്യും? ബോർഡിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 2:56. ബോർഡിംഗ് ബസ് ഇതുപോലെ എപ്പോഴും വരും എൻ്റെ കൂടെ ചെയ്യാനായിട്ട്. ഇത് എവിടെ കണ്ടൊക്കെ ഒട്ടിക്കണം കേട്ടോ. എനിക്ക് അറിയത്തില്ല എവിടാണ്ടെങ്കിലും ഒട്ടിക്കുന്നതിൽ എൻ്റെ പുറത്തൊട്ടിച്ചാൽ മതിയാവുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളല്ലല്ലോ ഇത്. മുടിയൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ചെക്ക്ഡ് മറ്റേ ക്യാരി ഓണിന് വെയിറ്റ് കൂടുതലായിരിക്കും. അവര് പൊക്കിയിട്ട് പറഞ്ഞു 6 കിലോ കൂടുതലാകും. ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ചിരിച്ചു കാണിച്ചു. അവര് പിന്നെ പറഞ്ഞു ഓക്കെ എന്നാ ഇത് ചെക്ക് ചെയ്ത്. ഇത്രയും ഡയലോഗ് അടിച്ചാൽ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, അതാ പ്രശ്നം. ഇങ്ങനെ എന്നെ പറഞ്ഞാൽ കേൾക്കാത്ത ആളാക്കാൻ വേണ്ടി എന്തൊരു ഇതാ നോക്കിക്കേ. എൻ്റെ ദയനീയത കണ്ടപ്പോഴേക്കും അമ്മച്ചിയാണ്, ഒരു അമ്മച്ചിയാ. മോള് വേണമെങ്കിൽ അതങ്ങ് അയച്ചോ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ പോവാണല്ലേ, നിങ്ങൾ വരത്തില്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ എസ്കലേറ്റർ. ഈ എസ്കലേറ്റർ കയറിപ്പോയാൽ നമുക്ക് ആക്സസ് ഇല്ല, കയറാൻ പറ്റില്ല. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ? എക്സ്ക്യൂസ് മീ, ഉറങ്ങാൻ മാത്രം എന്നെ പഠിപ്പിക്കേണ്ട, അത് മാത്രം എനിക്ക് നല്ലോണം അറിയാം. ഗുഡ് ബോയ്. ഓക്കെ, നോ എന്നാ നിന്റെ ഡാഡി നിന്നെ വെള്ളം കുടിപ്പിക്കും. നീ കര ചുമ്മാ വ്യൂസ് കിട്ടും. വ്യൂസ് കര. ഹൗ ഡെയർ യു. ഞാൻ പോയിട്ട് വരാം. മുടിയും കൊളായി, മേക്കപ്പും കൊളായി, തുടക്കാരി എല്ലാം കഴിഞ്ഞു പോകും. ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരണോ? പോയിട്ട് വാ. എന്റെ കരച്ചില് വീഡിയോ എടുക്കും. പോവാം. ആൾക്കാർ. ഓക്കെ, ഞാൻ പോവാം. ഓക്കെ, ബൈ.
ബൈ പോവാം. കയറ്റി വിട്ടു. ഡ്യൂട്ടി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം ഫ്രീ ആയിട്ട് പോയി. ആരും കൂടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഇല്ലാത്തപ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ. അങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തി. സമയം ഇപ്പം 1:06. ഇനിയിപ്പം 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇപ്പം ജീച്ചാനൊക്കെ പറഞ്ഞു ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. അവർ മമ്മി ഒന്ന് വിളിക്കണം ഇവിടെ എത്തിയെന്ന്. ഡാഡിയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു ഇടയ്ക്ക്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് അവിടെ വെളിയിൽ പോയി പേ ചെയ്യണം. സാധാരണ നിഷ കയ്യിൽ ഉണ്ടെങ്കിൽ പിള്ളേരെ അവൾ നോക്കിക്കോളൂ. ഇതിപ്പം പിള്ളേരെ നോക്കണം, കിയോസ്ക് എവിടെ ഒന്ന് നോക്കണം. You gonna miss her? Yeah. But cross it. You gonna miss her? Yeah. Mommy's gonna have so much fun. I know. There's so many places. കിയോസ്ക് എത്തി പേ ചെയ്തിട്ട് വരാം. പൈസ പേ ചെയ്തു, കാർഡ് എടുത്തു. പക്ഷേ ഈ വട്ടം ഭാഗ്യത്തിന് കറക്റ്റ് സമയത്തിന് നമ്മുടെ എത്തുകയും ചെയ്തു. പാർക്കിങ്ങും ഉണ്ടായിരുന്നു ഇതിനടുത്തായിട്ട്. ഇനി ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട്. 2 മണിക്കൂർ 80 മൈലുണ്ട്. പക്ഷേ 2 മണിക്കൂർ എടുക്കും. നിഷ അവിടെ ഗേറ്റിലെത്തിയെന്ന് പറഞ്ഞാൽ ഗേറ്റിൽ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിഷയുടെ വീഡിയോസൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇന്നിവിടെ ക്രിസ്മസ് ഈവാണ്. നാളെ ക്രിസ്മസ്. നിഷയുടെ ഫ്ലൈറ്റിൽ വെച്ചായിരിക്കും ക്രിസ്മസ്. നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഇപ്പം ഇന്ന് 24-ാം തീയതിയാണ്. നാളെ ക്രിസ്മസ് 25-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലാണ്. 26-ാം തീയതി രാവിലെ 3 മണിക്കാണ് ഞാൻ നാട്ടിലെത്തുന്നത്. അപ്പം 3 മണിക്ക് എന്നെ വിളിക്കാനായിട്ട് വരുന്നത് എൻ്റെ അതായത് എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ പപ്പയാണ് വരുന്നത്. അവർ ട്രിവാൻഡ്രത്ത് ഉള്ളൂരാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ പേരൻസും വരുന്നുണ്ട്. അവർ ന്യൂയോർക്കിൽ നിന്നാണ് വരുന്നത്. അവർ നാളെ തിരിച്ചിട്ട്, അതായത് ക്രിസ്മസിൻ്റെ അത് തിരിച്ചിട്ട് 26-ാം തീയതി വൈകുന്നേരം 10 മണിക്കാണ് വരുന്നത്, രാത്രി. അങ്ങനെ ബോർഡിങ് വിളിക്കാൻ തുടങ്ങി. സോൺ സി വിളിക്കാൻ തുടങ്ങി. ഞാൻ സോൺ സി ആണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പ്ലെയിനിലോട്ട് കയറാൻ പോവാണ്. അപ്പം സ്കൂളിലെത്തി. എത്ര മണിയായി? 4:11. ഇനി ഗ്യാസ് അടിക്കണം. ഗ്യാസ് എൻ്റെ ഫേവറേറ്റ് പരിപാടി, ഗ്യാസ് അടി. നിഷി ഫ്ലൈറ്റിൽ കയറി എന്ന് പറഞ്ഞായിരുന്നു. ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമായിരുന്നു. ഓക്കെ, ബോബ മേടിക്കാൻ വന്നു. ഷിനോസ് മാമീസ് ചായ മേടിച്ചു. ഓക്കെ, അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ളത് സൈൻ ഓഫ് ചെയ്യുക കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം. അയ്യോ ബുഗണിയാണ്. അപ്പോൾ ഓക്കെ, ശരിയാണ്. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് കഴിഞ്ഞ് ഇനിയും നിഷി ദുബായിലെത്തി കാണുമായിരിക്കും. ദുബായിലെത്തി, ജസ്റ്റ് ലാൻഡ് ചെയ്ത് ഇറങ്ങി. ഫ്ലൈറ്റ് കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. എന്തായാലും നല്ലവണ്ണം കുലുങ്ങി വന്നു. പക്ഷേ കൂടുതൽ നേരം ഉറക്കമൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. 2 നേരം കഴിച്ചു. കുറച്ച് ഫുഡുകളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഉറങ്ങി. എന്തായാലും ഇനി അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനായിട്ടുള്ള പരിപാടി നോക്കണം. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടല്ലേ. അപ്പോഴേക്കും ഓൾറെഡി ഗേറ്റ് തുറന്നു. ഓരോരുത്തരും കയറാൻ തുടങ്ങി. ഏത് ഗ്രൂപ്പാണെന്ന് അറിയത്തില്ല. ട്രിവാൻഡ്രത്തെത്തി. ലാസ്റ്റ് ടൈം വന്നപ്പോഴേക്കും എറണാകുളത്തായിരുന്നു ഇറങ്ങിയത്. അതുകൊണ്ട് കുറേ നാളായി ട്രിവാൻഡ്രത്ത് വന്ന പോലെ ഒരു ഫീലിങ്. നാത്തൂൻ്റെ ഡാഡി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. യാത്ര കുഴപ്പമില്ലായിരുന്നു. ഉറക്കമൊക്കെ വരുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഉറങ്ങി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മൂവി കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ എത്തിയതുപോലെ തോന്നുന്നു ഇവൻ. മനസ്സിലായില്ല. പണ്ട് ആ വീട് വെച്ചോണ്ടിരിക്കുവായിരുന്നു തോന്നുന്നത്. അങ്ങനെയായിരുന്നു. ക്രിസ്മസ് ട്രീ വെച്ചേക്കല്ലേ. കുളിച്ചിട്ടില്ല, എന്നാലും കഷ്ടിച്ച് പല്ലും ചൂങ്ങൊക്കെ ഇട്ട് കഷ്ടിച്ചിട്ടുണ്ട്.
ചെടികൾ കാണുമ്പോൾ ഇപ്പോഴും ഒരു ആകർഷകമാണ്. മിസ് ചെയ്യും. ഇപ്പൊ നോക്കാറൊന്നുമില്ല ഞാൻ അവിടെ. നാത്തു വന്നിട്ട് 2 വർഷമായില്ലേ? ഒന്നു അതിനു മുന്നേ ഞാൻ കാണുന്നത്. ഞാൻ 2 വർഷമായി. അങ്ങനെ സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തി. ഞാൻ അച്ചാച്ചൻ്റെ വീട്ടിലാണ് വന്നത്. അച്ചാച്ചനും നാത്തൂനും പിള്ളേരും ഒക്കെ അങ്ങ് ഫിലാഡൽഫിയയിലാണല്ലോ. അപ്പോൾ അവർ വരുന്നില്ല കല്യാണത്തിന്. അപ്പം അതുകൊണ്ട് ഈ വീട് ഇങ്ങനെ ഒഴിഞ്ഞടപ്പോൾ നാത്തൂൻ്റെ പപ്പയും മമ്മിയും ആ വീട്ടിൻ്റെ ഇത് താഴെ താമസിക്കുന്നത്. അപ്പം ആങ്കിളായിരുന്നു വിളിക്കാൻ വന്നത്. ആങ്കിളിൻ്റെ ആൻറ്റിയെ നിങ്ങൾ നേരത്തെ കണ്ടത്. എന്നിട്ട് മമ്മിയും ഡാഡി ഇന്ന് വൈകുന്നേരം വരുമല്ലോ, അവർ തിരിച്ചിട്ടുണ്ട്. അപ്പം അവർ ഇന്ന് രാത്രി വരും. 10 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് കുറച്ച് നേരം കിടക്കാം. അപ്പം ഞാൻ ഇനി വേറെ ഒന്നുമില്ല. ജീജാനെയൊക്കെ വിളിച്ച് പറഞ്ഞു അവിടെ ക്രിസ്മസിന് വേറെ വീട്ടിൽ പോയേക്കുക. ബിനുവിൻ്റെയും ജൂലിയുടെയും വീട്ടിൽ പോയേക്കുക. അവിടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയേക്കുക, അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പം പുതിയ ലോഗുകൾ കുറേ വരും. വീഡിയോ ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയിലൂടെ ഇനിയും കാണാം. അപ്പം എൻ്റെ കുട്ടി ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വലിയ ത്രില്ലിംഗ് ഒന്നും അല്ലായിരുന്നു. ആദ്യം തുടക്കത്തിലൊക്കെ ജീച്ചാനും എല്ലാവരും ഉണ്ടായിരുന്നു. പിള്ളേർക്കൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവർ ജീച്ചാനുമായിട്ട് ഓക്കെയാണ്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ ഒന്നും ചോദിച്ചെടുത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. അപ്പോഴേക്കും